നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. ബ്രിട്ടനിൽ തൂക്കുസഭ. പ്രവചനങ്ങളെയും എക്സിറ്റ് ഫലങ്ങളെയും കാറ്റിൽ പറത്തി ബ്രിട്ടനിൽ തൂക്കുസഭ. വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം നേടാനാകാതെ തെരേസ മേയുടെ കൺസർവേറ്റീവ് പാർട്ടിയും ജെറമി കോർബിൻ നയിക്കുന്ന ലേബർ പാർട്ടിയും. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും സർക്കാർ ഉണ്ടാക്കാൻ 650 അംഗ പാർലമെന്റിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് വേണ്ടിയിരുന്നത് 326 സീറ്റുകൾ. ഭൂരിപക്ഷം കുറഞ്ഞാൽ ചെറുകക്ഷികളെ ഒപ്പം നിർത്തി സർക്കാർ ഉണ്ടാക്കുമെന്ന് ലേബർ പാർട്ടി. തെരേസ മേയ്ക്ക് പിന്തുണ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ മറ്റു പാർട്ടികൾ ഒപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് വിദേശകാര്യ സെക്രട്ടറി എമിലി തോൺബെറി. തെരേസ മേ രാജിവെക്കണമെന്ന് ജെറമി കോർബിൻ. കൺസർവേറ്റീവ് പാർട്ടിക്ക് തിരിച്ചടിയായത് മാഞ്ചസ്റ്റർ സ്ഫോടനത്തെ ലേബർ പാർട്ടി മുഖ്യ പ്രചാരണ വിഷയമാക്കിയത്. കാലാവധി അവസാനിക്കാൻ 3 വർഷം ശേഷിക്കെ ഫലം തെരേസ ഭരണകൂടത്തിന് തിരിച്ചടി. 15 ലക്ഷം വരുന്ന ഇന്ത്യൻ വംശജർ ഉൾപ്പെടെ ബ്രിട്ടീഷ് വിധി നിർണയത്തിൽ പങ്കാളികളായത് 4,69,00,000 വോട്ടർമാർ. നയം വ്യക്തമാക്കി രാമകൃഷ്ണൻ. LDF മദ്യനയത്തിൽ കൂടുതൽ വിശദീകരണവുമായി എക്സൈസ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ. ബാർ പൂട്ടിയതുകൊണ്ട് മദ്യപിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ല. വിഷമില്ലാത്ത കള്ള് ലഭ്യമാക്കണമെന്നാണ് LDF നിലപാട്. സംസ്ഥാനത്തിന് വേണ്ടത് ഘട്ടം ഘട്ടമായുള്ള മദ്യവർജനമെന്നും ടി.പി. രാമകൃഷ്ണൻ. സുപ്രീം കോടതി വിധി പാലിച്ചാൽ സംസ്ഥാനത്തിനുണ്ടാകുന്നത് 2000 കോടിയുടെ നഷ്ടം. 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾ തുറന്നാലും മദ്യ ഉപഭോഗം കുറയും. UDF സംസ്ഥാനത്തെ ലഹരി കേന്ദ്രമാക്കിയെന്നും മദ്യത്തിനെതിരെ സംസാരിക്കുന്നവർ ഒരു തുള്ളി പോലും ഉപയോഗിക്കരുത് എന്നും എക്സൈസ് മന്ത്രി. അതിനിടെ ദേശീയപാതയോരത്തെ മദ്യനിരോധനം മറികടക്കാൻ സമ്മർദ്ദ നീക്കവുമായി ബാറുടമകൾ. പാതയോരത്തെ ഹോട്ടൽ മുറികളിൽ മദ്യവിതരണത്തിന് അനുമതി വേണം. സുപ്രീം കോടതി വിലക്ക് മറികടന്ന് 3 സ്റ്റാറിന് മുകളിലുള്ള ബാറുകൾ തുറക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങണമെന്നും മദ്യമുതലാളിമാർ. സമരത്തിലേക്ക് പ്രതിപക്ഷം. LDF സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി UDF-ഉം BJP-യും. മദ്യനയത്തിനെതിരെ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിക്കാൻ UDF തീരുമാനം. ജൂലൈ 1-ന് കളക്ട്രേറ്റ് മാർച്ചിനും ധാരണ. UDF സർക്കാരിന്റെ ഭരണ തുടർച്ച ഇല്ലാതാക്കിയത് പഴയ മദ്യനയമെന്ന് ഷിബു ബേബി ജോണും സമ്പൂർണ്ണ മദ്യനിരോധനം അപ്രായോഗികമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരനും. അതേസമയം ഷിബു ബേബി ജോണിന്റെ പ്രതികരണം തീർത്തും വ്യക്തിപരമെന്ന് AA അസീസ്. RSP എന്നും UDF നിലപാടിനൊപ്പം നിൽക്കുമെന്നും പ്രതികരണം. 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾ തുറക്കാനുള്ള തീരുമാനത്തിലൂടെ സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചെന്ന് കുമ്മനം രാജശേഖരൻ. തീരുമാനം പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾക്ക് ഘടകവിരുദ്ധം. മദ്യമുതലാളിമാരുമായി സർക്കാർ ഗൂഢാലോചന നടത്തി. മദ്യനയത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ആരോപണങ്ങളുമായി കോടിയേരി. അമിത്ഷായുടെ കേരള സന്ദർശനത്തിന് ശേഷം RSS ആക്രമണങ്ങൾ വർദ്ധിച്ചതായി കോടിയേരി. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർക്ക് നേരെ നടന്നത് ഡൽഹിയിലെ AKG ഭവൻ ആക്രമണത്തിന്റെ തുടർച്ച. പാർട്ടി ഓഫീസിന് നേരെ ബോംബെറിഞ്ഞത് അദ്ദേഹത്തെ കൊലപ്പെടുത്താനെന്നും CPM സംസ്ഥാന സെക്രട്ടറി. സീതാറാം യെച്ചൂരിയെ കയ്യേറ്റം ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെ. സംസ്ഥാനത്ത് അരങ്ങേറുന്ന അക്രമങ്ങൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള അമിത്ഷായുടെ തന്ത്രം. അക്രമ സംഭവങ്ങൾക്കെതിരെ ജില്ലാ കേന്ദ്രങ്ങളിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.